കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ആധികാരിക പ്രാമാണിക ഗ്രന്ഥം എന്ന് പറയുന്നത് കുഴിക്കാട്ട് പച്ച എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമാണ്. അത് കേൾക്കുമ്പോൾ വല്ല ആയുർവേദ ഗ്രന്ഥമാണെന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല. തന്ത്രസമുച്ചയം എന്ന സംസ്കൃത ഗ്രന്ഥത്തിന്റെ മലയാള പരിഭാഷയാണ്. 600 കൊല്ലം മുമ്പ് ചേന്നാശീലം എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ തന്ത്രസ്ഥാനമാണ്. ചേന്നാശീലത്തെ നമ്പൂതിരിപ്പാട് എഴുതിയ തന്ത്രസമുച്ചയത്തിന്റെ മലയാള ട്രാൻസ്ലേഷനാണ് ഞാൻ ഈ കുഴിക്കാട് പച്ച എന്ന് പറയുന്നത്. ആ ഇല്ലത്തിൽ നിന്നാണ് ആ പുസ്തകം ഉണ്ടായത്. അപ്പൊ ആ കുഴിക്കാട്ടെ ഗ്രന്ഥങ്ങളെല്ലാം തപ്പി നോക്കിയപ്പോഴേ അദ്ദേഹത്തിന് അവിടുത്തെ താളിയോലകളിൽ നിന്നും നമ്മുടെ കൊളത്തൂർ ദേവീക്ഷേത്രത്തിലെ ഏതാണ്ട് കൊല്ലവർഷം 759 നടന്ന ഉത്സവത്തിന്റെ രേഖകൾ അദ്ദേഹത്തിന് കിട്ടുകയുണ്ടായി. അക്കാലത്ത് 8 ദിവസമായിരുന്നു നമ്മുടെ അമ്പലത്തിലെ ഉത്സവം. 759 ആണ്ടെന്ന് പറയുമ്പോൾ അറിയാം, ഇപ്പൊ കൊല്ലവർഷം 1201 ഏതാണ്ട് 442 വർഷം മുമ്പാണ്. അതായത് മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിൽ ഈ നാരായണീയം വേണ്ടി ഭഗവാന് സമർപ്പിക്കുന്ന 762 കൃത്യമായിട്ട് അതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റും. അതിനും 3 വർഷം മുമ്പ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലൊക്കെ വരുന്നതിന് മുമ്പ്, മുഗളന്മാർ ഭരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ കൊളത്തൂർ ദേവീക്ഷേത്രത്തിൽ 8 ദിവസത്തെ ഉത്സവം വളരെ ഭംഗിയായിട്ട് നടന്നിരുന്നു. അന്ന് മീനമാസത്തിലായിരുന്നു, ഉത്രം നക്ഷത്രത്തിലായിരുന്നു ആറാട്ട്. 8 ദിവസത്തെ ഉത്സവം നടത്തിയ വകയില് 9 പൊൻപണം ഈ കുഴിക്കാട്ട് ഇല്ലത്തേക്ക് ദക്ഷിണയായി കിട്ടി എന്നുള്ള രേഖ അവിടുത്തെ താളിയോലകളിലുണ്ട്. ഇത് അദ്ദേഹം കാണിക്കുകയുണ്ടായി. അതിനുശേഷം കുറെ വർഷങ്ങളായിട്ട് ഏതാണ്ട് 3-4 വർഷങ്ങളിലായിട്ട് ഉത്സവത്തോട് ചേർന്ന് പൂമൂടി പൂജ എന്ന വഴിപാട് ഈ ക്ഷേത്രത്തിൽ നടന്നിരുന്നു എന്നതിനും രേഖകളുണ്ട്. ഏതായാലും അടുത്ത കാലത്ത് അത് എങ്ങനെയോ നമ്മുടെ ക്ഷേത്ര ഉത്സവ കമ്മിറ്റി നിശാന്തം ചേർത്തോ കൂടി കഴിഞ്ഞ വർഷം ഇവിടെ ഈ പൂമൂടൽ എന്ന വഴിപാട് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അത് വാസ്തവത്തിൽ കേരളത്തിൽ ഈ മലപ്പുറത്ത് കാടാമ്പുഴ ദേവീക്ഷേത്രത്തിലാണ് പൂമൂടൽ വഴിപാട് നടക്കുന്നത്. അത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ബുക്ക് ചെയ്തെങ്കിലേ കിട്ടുള്ളൂ. ഗുരുവായൂരിലെ ഉദ്യാസ്തവന പൂജ പോലും എല്ലാ ആൾക്കാരും അവിടെ നടത്താം. ഒരിക്കൽ കോടിയേരി ബാലകൃഷ്ണൻ പോലും ഇവിടെ പൂമൂടൽ വഴിപാട് നടത്തിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്ര പ്രസിദ്ധമാണ് ആ വഴിപാട്. പക്ഷേ കാടാമ്പുഴ പൂമൂടൽ നടത്തുന്ന അവിടുത്തെ ദേവീ വിഗ്രഹം വളരെ ചെറുതാണ്, കുറെ എളുപ്പമുണ്ട്. പക്ഷെ നമ്മുടെ ദേവീക്ഷേത്രത്തിലെ ദൈവ വിഗ്രഹം അങ്ങനെയല്ല. ഇവിടെ ഒരു പൂമൂടൽ വഴിപാട് നടത്തണമെങ്കിൽ അതിന് വളരെയേറെ ചെലവുകൾ അധ്വാനം കിട്ടുകയും. മാത്രമല്ല, ഈ അന്നത്തെ പൂമുടിപ്പൂജ എന്ന് പറയുന്നത് 7 കന്യകമാരെ എന്ന് പറഞ്ഞാൽ 2 വയസ്സിനും 7 വയസ്സിനും ഇടയ്ക്കുള്ള 7 കുട്ടികളെ അവർ വ്രതമൊക്കെ അനുഷ്ഠിച്ച് ഇവരുടെ വ്രതമായിട്ട് തപസിരിക്കുന്നത് പോലെ ഭജന ഇരുന്നിട്ട് അത് തേലപ്പഴക്കടവിനടുത്തുള്ള ഒരു മുല്ലമംഗലത്ത് വർമാട്ടിൽ നിന്നാണ് അവരെ പാണിയൊട്ടി ആർഭാടപൂർവ്വം ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നീടാണ് ക്ഷേത്രത്തിൽ ഈ പൂമുടി പൂജ വഴിപാട് നടന്നതെന്നും ആ രേഖകളിൽ പറയുന്നു. അപ്പൊ ഇത്തരം രേഖകളൊക്കെ കാണുമ്പോൾ നമ്മുടെ ഈ ക്ഷേത്രത്തിന്, കൊളത്തൂരമ്മയുടെ ഈ ദേവസ്ഥാനത്തിന് എത്രമാത്രം പൗരാണികതയുണ്ട് എന്ന് നമുക്കൊരു അതിശയം തോന്നുകയാണ്. ഇപ്പൊ നമ്മൾ ഇപ്പോഴും ഗ്രാമം എന്നാണ് കൊളത്തൂരിനെ പറയുന്നത്. ഏതാണ്ട് ഈ 450-500 വർഷം മുമ്പ് പോലും ഇങ്ങനെയുള്ള ഉത്സവങ്ങൾ കേവലമായിട്ട് നടക്കണമെങ്കിൽ അന്നിവിടെ എത്ര ശ്രേഷ്ഠകരമായ ഒരു നല്ല സമൂഹം ഈ ചുറ്റുവട്ടത്തുണ്ടായിരുന്നു. നമ്മൾ ആ ക്ഷേത്രത്തിന്റെ പരിസരം നമുക്ക് നടന്നു പോകുന്ന തളക്കല്ലുകളും ചുറ്റുമുള്ള കല്ലുകളൊക്കെ പരിശോധിച്ചാൽ അറിയാം എത്ര അടി നീളവും വീതിയുമുള്ള ശിലാപാളികളാണ് അവിടെ കൊണ്ട് നിരത്തിയിരിക്കുന്നത്. അതിന് എത്രമാത്രം അധ്വാനം വേണ്ടി വന്നിരിക്കും. ഈ പരിസരത്ത് നിന്ന് അങ്ങനെയുള്ള കല്ലുകൾ കിട്ടുന്നതായിട്ടൊന്നും നമുക്കറിയില്ല. അക്കാലത്ത് ഇവിടുന്ന് കൊണ്ടുവന്ന് സ്ഥാപിക്കണമെങ്കിൽ എത്രയോ അധ്വാനം. മാത്രമല്ല, സാധാരണ ദേവീക്ഷേത്രങ്ങളുടെ രീതിയിലല്ല ഇത് പണിതിരിക്കുന്നത്. സാധാരണ ദേവീക്ഷേത്രങ്ങളെല്ലാം കോട്ടങ്ങലായാലും ചോറ്റാനിക്കരയായാലും നമ്മുടെ ചെട്ടികുളങ്ങരയാണെങ്കിലും ഒക്കെ നമ്മൾ പുറത്തു നിന്നാലേ നമുക്ക് ദേവിയെ കണ്ടു തൊഴാൻ പറ്റും. കാരണം വിഗ്രഹം അത്ര അടുത്തായിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് മുമ്പിൽ ചെന്ന് ശ്രീകോവിലിനും, വലിയ ശ്രീകോവിലാണ് നമ്മുടെ നാലമ്പലത്തിനകത്ത് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. മുമ്പിൽ ചെന്ന് മുന്നിൽ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ദേവിയെ കാണാൻ പറ്റുകയുള്ളൂ. ഇതിന് സമാനമായിട്ട് വേറെ എന്നുള്ള തൃശ്ശൂർ ജില്ലയിലെ അയ്യന്തൂർ ദേവീക്ഷേത്രത്തിലാണ് അതിനെ കണ്ടിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയോ വളരെ പ്രത്യേകതയുള്ള ഒരു ദേവസ്ഥാനമാണ് നമ്മുടെ കൊളത്തൂരമ്മയുടെ. അപ്പൊ ഇക്കാര്യം അന്ന് കണ്ടത് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കുക എന്ന് മാത്രമേ ഈ ഉത്സവകാലത്ത് ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ ഇതിനോട് ചേർന്നുള്ള ഈ കൺവെൻഷൻ സമാപിക്കുകയാണ്. അടുത്ത നൃത്ത പരിപാടികൾക്കുള്ള കുട്ടികളൊക്കെ ഇവിടെ മേക്കപ്പ് വെച്ചിരുമ്പോൾ